ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. നമ്മുടെ ഉൾബോധത്തിൽ മാറ്റം കൊണ്ടുവന്ന നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സമ്പത്ത് സമൃദ്ധി ആകർഷിക്കുന്നത് എങ്ങനെയെന്നുള്ള ഡോക്ടർ ജോ ഡിസ്പെൻസറിയുടെ പോഡ്കാസ്റ്റിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത്. ഡോക്ടർ ജോ പറയുന്നു, രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് ഒരു കണ്ണാടിയിൽ നോക്കി സ്വയത്തോട് നെഗറ്റീവായി സംസാരിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? എനിക്കത് ചെയ്യാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കില്ല. കാരണം എപ്പോഴാണോ നമ്മൾ നെഗറ്റീവായി ചിന്തിക്കുന്നത്, നമുക്ക് കഴിയില്ല എന്ന് ചിന്തിക്കുന്നത്, അപ്പോൾ നമ്മൾ നമ്മുടെ മസ്തിഷ്കത്തിൽ ഒരു വേലി കെട്ടുകയാണ്. ഇങ്ങനെ പറയുന്ന വാക്കുകൾ അദൃശ്യമായ ഒരു മതിലിനു സമാനം പ്രവർത്തിക്കുന്നു. ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന സാധ്യതകളെ ഇല്ലാതാക്കുന്നു. ഇത് ഊർജത്തിൻ്റെ ഒരു ലോകമായി സങ്കല്പിക്കുക. നിങ്ങൾ സമൃദ്ധിയോട് സമരസപ്പെടുകയാണെങ്കിൽ സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായി ആകർഷിക്കപ്പെടും. നിങ്ങൾ കുറവുകളോടാണ് സമരസപ്പെടുന്നതെങ്കിൽ കുറവുകളായിരിക്കും നിങ്ങളുടെ മുൻപിൽ കാണപ്പെടുന്നത്. സയൻസ് എന്താണ് പറയുന്നത് നോക്കാം. നമ്മുടെ മസ്തിഷ്കത്തിന് നമ്മൾ ഇമാജിനേഷൻ ചെയ്യുന്നതാണോ അതോ റിയലായി കാണുന്നതോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. നമ്മൾ ഒരു കാര്യത്തെപ്പറ്റി വീണ്ടും വീണ്ടും മസ്തിഷ്കത്തിലേക്ക് ഡേറ്റ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് സത്യമാണെന്ന് മസ്തിഷ്കം വിശ്വസിക്കുന്നു. അത് സത്യമോ മിഥ്യയോ ആയിക്കൊള്ളട്ടെ, എന്താണോ നമ്മൾ വീണ്ടും വീണ്ടും ഫീഡ് ചെയ്യുന്നത് അത് സത്യമാണെന്ന് മസ്തിഷ്കം വിശ്വസിക്കാൻ തുടങ്ങുകയും അതിനൊരു രൂപരേഖ നൽകാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ രൂപരേഖ നമ്മുടെ മസ്തിഷ്കത്തിൽ നിർമ്മിക്കപ്പെട്ട് കഴിയുമ്പോൾ അതുപോലുള്ള ജീവിത സാഹചര്യം സ്വതവേ ഉണ്ടാകുന്നു. നല്ല കാര്യങ്ങൾ ആയിക്കൊള്ളട്ടെ, മോശം കാര്യങ്ങളായിക്കൊള്ളട്ടെ, എന്താണോ റിപ്പീറ്റായി പറയുന്നത് അത് ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നു. അതിനാൽ നിങ്ങൾ സമൃദ്ധിയെപ്പറ്റി കൂടുതലായി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സമൃദ്ധി ഉണ്ടാകുന്നു. സമൃദ്ധിയെപ്പറ്റിയുള്ള ന്യൂറൽ പാത്വേകൾ മസ്തിഷ്കത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു സാധാരണ മനുഷ്യൻ ഈ രീതിയിൽ അവനവൻ്റെ തന്നെ മസ്തിഷ്കത്തെ പ്രോഗ്രാം ചെയ്യുമ്പോൾ സമ്പന്നരുടേതുപോലുള്ള ഒരു മസ്തിഷ്കം പുനർനിർമ്മീകരിക്കപ്പെടുന്നു. അപ്പോൾ മസ്തിഷ്കം സാമ്പത്തികമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവാനുള്ള സാധ്യതകളെ കൂടുതലായി മുൻപിൽ കാണിച്ചു തരുന്നു. ഇതിനെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നു. നിങ്ങളുടെ മസ്തിഷ്കത്തിന് പൂർണ്ണമായിട്ടും വീണ്ടും റീസെറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. നിങ്ങൾ എപ്പോഴാണ് മസ്തിഷ്കത്തിൽ പ്രവർത്തിക്കുന്നത്, അതായത് സമ്പത്തിനെപ്പറ്റി ചിന്തിക്കുകയും സമ്പത്തിനെപ്പറ്റി കൂടുതൽ ഇമാജിനേഷൻ ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം ആ രീതിയിലേക്ക് പുനർനിർമ്മീകരിക്കപ്പെടുന്നു. അങ്ങനെ നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങളെ വിജയത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി ഈ രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ എപ്പോഴാണ് കുറവുകളെപ്പറ്റി ചിന്തിക്കുന്നത്, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്ക ആളുകളും പണത്തിനെപ്പറ്റി വളരെ ലിമിറ്റഡായ രീതിയിൽ നെഗറ്റീവായ രീതിയിലാണ് സംസാരിക്കുന്നത്. കുറവുകളെപ്പറ്റി കൂടുതലായി സംസാരിക്കുന്നു. അവർ ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ കയ്യിൽ പണമില്ല, പണം മരത്തിൽ കായ്ക്കില്ല. ഇത്തരത്തിലുള്ള സീമിതമായ ചിന്തകൾ, ലിമിറ്റഡായിട്ടുള്ള ചിന്തകൾ ഒരു മാനസിക തലത്തിൽ നിർമ്മിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ വീണ്ടും വീണ്ടും അറിഞ്ഞോ അറിയാതെയോ പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മസ്തിഷ്കത്തിന് നൽകുന്ന സിഗ്നൽ എന്താണെന്നാൽ സമ്പത്ത്, സമൃദ്ധി ഇതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്, എനിക്ക് വേണ്ടിയുള്ളതല്ല, എനിക്ക് അത് ലഭിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള ഒരു സിഗ്നലാണ് മസ്തിഷ്കത്തിലേക്ക് നിങ്ങൾ നൽകുന്നത്. ചില ആളുകൾക്ക് വേണ്ടി മാത്രമാണുള്ളത് എന്നതിൻ്റെ അർത്ഥം എനിക്ക് ഉള്ളതല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കാണാൻ കഴിയാത്ത ഒരു മതി ഓരോ വ്യക്തിയും അവരവരുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്നു. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറയുന്ന വാക്കുകൾ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രമല്ല, നമ്മുടെ സംബന്ധങ്ങളിലും റിലേഷൻഷിപ്പിലുമെല്ലാം തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. പോസിറ്റീവായി പറയുന്നവ സാധ്യതകളെ നിർമ്മിക്കുകയും നെഗറ്റീവായി പറയുന്ന വാക്കുകൾ സ്വതവേ ഇൻവിസിബിളായ തടസ്സങ്ങളെ നിർമ്മിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ലിമിറ്റഡായിട്ടുള്ള കുറവുകളെ പറ്റിയുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ അവയെ കൊണ്ടു നടക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ആ തരത്തിലുള്ള വിശ്വാസം നിങ്ങളെ വളരാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ആന്തരിക സംഭാഷണങ്ങളുടെ ട്രാക്കിനെ മാറ്റാൻ തുടങ്ങുക. നിങ്ങളുടെ ആന്തരിക സംഭാഷണങ്ങളിൽ മാറ്റം കൊണ്ടുവരുമ്പോൾ അത് ജീവിതത്തിൻ്റെ എല്ലാ ഏരിയകളിലും മാറ്റം കൊണ്ടുവരും. നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ ലിമിറ്റഡ് ആയിട്ടുള്ള വിശ്വാസങ്ങളെയും വിചാരങ്ങളെയും മാറ്റി കൂടുതൽ പോസിറ്റീവായ സകാരാത്മകമായ ചിന്തകളിൽ ജീവിക്കുന്നത്, അപ്പോൾ ആ തരത്തിലുള്ള ഒരു മാനസിക തലം നിങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഈ മാനസിക തലം ഒരു ഫിൽട്ടർ പോലെ പ്രവർത്തിക്കുകയും കൂടുതൽ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ല ബന്ധങ്ങളുടെയും ഒരു ലോകത്തെ നിങ്ങൾക്ക് മുൻപിൽ കാണിച്ചു തരികയും പോസിറ്റീവായ വിചാരങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിലും വളരെയധികം മെച്ചം നൽകുന്നതായി കാണാൻ സാധിക്കും. ഈ വീഡിയോയുടെ അടുത്ത ഭാഗം കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക്